ജിജി തോംസനെ മുഖ്യമന്ത്രിയുടെ ഉപദേഷ്ടാവായി നിയമിച്ചു. ക്യാബിനറ്റ് പദവിയോടെയാണ് നിയമനം. ജി തോംസൺ മറ്റന്നാൾ വിരമിക്കാൻ ഇരിക്കെയാണ് നിയമനം. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഉൾപ്പെട്ട പാമോലിൻ കേസിലെ പ്രതിയാണ് ജി തോംസൺ. ക്യാബിനറ്റ് പദവിയോടെയാണ് ജിജി തോംസനെ മുഖ്യമന്ത്രിയുടെ ഉപദേഷ്ടാവാക്കിയിരിക്കുന്നത്. തിങ്കളാഴ്ചയാണ് ചീഫ് സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് ജിജി തോംസൺ വിരമിക്കുക. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് തൊട്ടുമുൻപാണ് ഉന്നത പദവി നൽകിയിരിക്കുന്നത് എന്നതും ശ്രദ്ധേയമാണ്. നിലവിൽ എൽ രാധാകൃഷ്ണൻ മുഖ്യമന്ത്രിയുടെ ഉപദേഷ്ടാവാണ്. എന്നാൽ ഇദ്ദേഹത്തിന് ക്യാബിനറ്റ് പദവിയില്ല. നേരത്തെ ജിജി തോംസന്റെ കാലാവധി 3 മാസത്തേക്ക് നീട്ടാൻ നീക്കം നടന്നിരുന്നു. ഇതിനെതിരെ പ്രതിപക്ഷത്തു നിന്നുൾപ്പെടെ പല കോണുകളിൽ നിന്നും ശക്തമായ എതിർപ്പുകളും ഉയർന്നു. പിന്നീട് മന്ത്രിസഭ തീരുമാനം മാറ്റുകയായിരുന്നു. 1980 ബാച്ചിലെ IAS ഉദ്യോഗസ്ഥനായ ജിജി തോംസനെ കഴിഞ്ഞ ജനുവരിയിലാണ് ചീഫ് സെക്രട്ടറിയായി നിയമിച്ചത്. അഴിമതിക്കാർക്ക് അഴിമതിക്കാരെ മാത്രമേ ഒപ്പം കൂട്ടാനാവൂ എന്നായിരുന്നു ജിജി തോംസന്റെ പുതിയ പദവിയെക്കുറിച്ച് പ്രതിപക്ഷ നേതാവിന്റെ പ്രതികരണം. ഉമ്മൻചാണ്ടിയുടെ ഭരണം എത്രയേറെ മുന്നോട്ട് പോകുന്നുവോ അതനുസരിച്ച് നിയമനങ്ങളും അങ്ങനെ 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 നിരന്തരം നടന്നുകൊണ്ടേയിരിക്കും. അഴിമതിക്കാർക്ക് കൂട്ടായി അതുപോലുള്ള ആളുകളല്ലേ സ്വാഭാവികമായും വരൂ. വഴിവിട്ട നിയമനം അംഗീകരിക്കാനാവില്ലെന്നും VS അച്യുതാനന്ദൻ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. മൂലമറ്റത്ത് KM മാണിക്കെതിരെ പോസ്റ്റർ. PJ ജോസഫിനെ അനുകൂലിക്കുന്ന പോസ്റ്റർ കേരള കോൺഗ്രസിന്റെ പേരിലുള്ളതാണ്. PJ ജോസഫിന്റെ നന്മ ബാർക്കോഴ കൊണ്ട് വിലക്കെടുക്കാനാകില്ലെന്ന് പോസ്റ്ററിൽ പറയുന്നു. കേരള കോൺഗ്രസിൽ ഭിന്നത രൂക്ഷമായി. ജോസഫ് വിഭാഗത്തെ ആരെങ്കിലും മുന്നണിയിലേക്ക് ക്ഷണിച്ചാൽ അത് നല്ല കാര്യമെന്ന് ഫ്രാൻസിസ് ജോർജ്. PC ജോസഫിനും ഫ്രാൻസിസ് ജോർജിനും മത്സരിക്കാൻ സീറ്റ് നൽകരുതെന്നാവശ്യപ്പെട്ട് ഇടുക്കിയിലെ കേരള കോൺഗ്രസ് മാണി വിഭാഗം നേതാക്കൾ KM മാണിക്ക് കത്ത് നൽകി. പാർട്ടി ആവശ്യപ്പെട്ടാൽ മത്സരിക്കുമെന്ന് ഫ്രാൻസിസ് ജോർജ് പറഞ്ഞു. കേരള കോൺഗ്രസ് ജോസഫ് മാണി വിഭാഗങ്ങൾ തമ്മിലുള്ള തർക്കം മൂർധന്യാവസ്ഥയിലെത്തിയ ഘട്ടത്തിലാണ് ജോസഫ് വിഭാഗം നേതാക്കൾ പരസ്യമായി രംഗത്ത് വന്നത്. ജോസ് കെ മാണിയുടെ നേതൃത്വത്തെ അംഗീകരിക്കാനാവില്ലെന്നും 6 സീറ്റ് വേണമെന്ന കാര്യത്തിൽ പുറകോട്ട് പോകേണ്ടതില്ലെന്നുമാണ് ഇവരുടെ തീരുമാനം. ഈ നിലപാട് പരസ്യമായി കഴിഞ്ഞ ദിവസം നേതാക്കൾ പ്രകടിപ്പിച്ചതിന് പിന്നാലെയാണ് ജോസഫ് വിഭാഗത്തെ ഏതെങ്കിലും മുന്നണികൾ സ്വാഗതം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നല്ല കാര്യമാണെന്ന് ഫ്രാൻസിസ് ജോർജ് തുറന്നു പറഞ്ഞത്. നല്ല കാര്യം, ക്ഷണിക്കുന്നത് സന്തോഷമുള്ള കാര്യമല്ലേ? എന്തോ അതൊക്കെ വരട്ടെ, എല്ലാരും ക്ഷണിക്കട്ടെ, അതൊക്കെ നല്ല കാര്യമല്ലേ? ഇടതു നേതാക്കളുമായി മുന്നണി മാറ്റം സംബന്ധിച്ച രഹസ്യ ചർച്ചകൾ നടന്നുവെന്ന വാർത്ത പുറത്തുവന്നതിന് പിന്നാലെയാണ് ഫ്രാൻസിസ് ജോർജിന്റെ പ്രതികരണം. ഇത് വരാനിരിക്കുന്ന രാഷ്ട്രീയ മാറ്റത്തിന് മുന്നോടിയായുള്ള പ്രതികരണമാണെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരും കരുതുന്നത്. അതേസമയം മാണിയോട് അടുത്ത ബന്ധം പുലർത്തുന്ന കേരള കോൺഗ്രസ് എമ്മിലെ ജില്ലാ നേതാക്കൾ ഫ്രാൻസിസ് ജോർജിനും PC ജോസഫിനും ഇത്തവണ മത്സരിക്കാൻ സീറ്റ് നൽകരുതെന്ന ആവശ്യം ഇതിനോടകം ഉന്നയിച്ചിട്ടുണ്ട്. എന്നാൽ ഇത്തവണയും താൻ മത്സരരംഗത്തുണ്ടാകുമെന്ന സൂചനയാണ് ഫ്രാൻസിസ് ജോർജ് വീണ്ടും നൽകിയത്. അല്ല, അതൊക്കെ പാർട്ടിയാണല്ലോ തീരുമാനിക്കുന്നത്. പാർട്ടി പറഞ്ഞാൽ മത്സരിക്കും, അത്രയുള്ളൂ. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. സംവിധായകൻ രാജേഷ് പിള്ള അന്തരിച്ചു. കരൾ രോഗത്തെ തുടർന്ന് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. വിശദാംശങ്ങളുമായി സമീർ വഴങ്ങോട് ചേരുന്നു. സമീർ, ഇപ്പോൾ മൃതദേഹം ആശുപത്രിയിൽ നിന്നും മാറ്റിയോ? എപ്പോഴായിരിക്കും സംസ്കാരം സംബന്ധിച്ചുള്ള തീരുമാനങ്ങളൊക്കെ എടുത്തിരിക്കുന്നത്? പ്രതീക്ഷ ഇന്ന് 11:45 കൂടെയാണ് രാജേഷ് പിള്ളയുടെ മരണം സംബന്ധിച്ച് ആശുപത്രി അധികൃതർ സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഇപ്പോൾ CVS ആശുപത്രിയിലായിരുന്നു അദ്ദേഹത്തിന്റെ അന്ത്യം. ഇപ്പോഴും ഈ ആശുപത്രിയിൽ തന്നെയാണ് ഉള്ളത്. മൃതദേഹം ഉച്ചയ്ക്ക് ശേഷം തൊട്ടടുത്തുള്ള ലിസി ആശുപത്രിയിലേക്ക് മാറ്റും. അവിടുത്തെ മോർച്ചറിയിലായിരിക്കും മൃതദേഹം സൂക്ഷിക്കുക. ഇന്ന് പൊതുദർശനം ഉണ്ടായിരിക്കില്ല. നാളെ രാവിലെ 8 മണി മുതൽ 10 മണി വരെ എറണാകുളം ടൗൺ ഹാളിലായിരിക്കും പൊതുദർശനം ഉണ്ടായിരിക്കുക. അതിനുശേഷമാണ് 10:30 രവിപുരത്തെ പൊതു ശ്മശാനത്തിൽ അദ്ദേഹത്തിന്റെ സംസ്കാര ചടങ്ങുകൾ നടക്കുക. ഇന്ന് 11:45 മരണം സ്ഥിരീകരിച്ചത്. വലിയ രീതിയിൽ ആരോഗ്യനില അങ്ങേയറ്റം മോശമായതിനെ തുടർന്ന് ഇന്നലെ ഉച്ചയോടുകൂടിയാണ് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ അദ്ദേഹത്തെ പ്രവേശിപ്പിച്ചത്. കരൾ സംബന്ധമായ അസുഖത്തെ തുടർന്ന് ഏറെ നാളായി അദ്ദേഹം ചികിത്സയിലായിരുന്നു. ഇന്നലെ പുറത്തിറങ്ങിയ വേട്ട എന്ന ചിത്രമാണ് അദ്ദേഹത്തിന്റെ ഒടുവിലത്തെ ചിത്രം. അതിന്റെ ചിത്രീകരണ വേളയിലും നിരവധി തവണ അദ്ദേഹത്തിന്റെ ആരോഗ്യനില മോശമായതിനെ തുടർന്ന് ചികിത്സയ്ക്ക് വിധേയനായിരുന്നു. എന്നാൽ അതിൽ നിന്നെല്ലാം അദ്ദേഹം വീണ്ടും സിനിമാ രംഗത്തേക്ക് വരികയും തന്റെ ചിത്രീകരണം പൂർത്തീകരിക്കുകയും ഒടുവിൽ അതിന്റെ ഫൈനൽ എഡിറ്റിംഗ് വേളയിലും അദ്ദേഹത്തിന്റെ ആരോഗ്യനില മോശമാവുകയും ന്യൂമോണിയ ബാധയെ തുടർന്ന് അദ്ദേഹം വീണ്ടും ആശുപത്രിയിലാവുകയും ചെയ്തു. എന്നാൽ അതിൽ നിന്നെല്ലാം അദ്ദേഹം വീണ്ടും തന്റെ ഒരു ആത്മാർത്ഥപരമായിട്ടുള്ള അദ്ദേഹത്തിന്റെ ഇടപെടലുകളെ തുടർന്ന് ആ ചിത്രീകരണം പൂർത്തീകരിക്കാനും ആ ചിത്രം ഇന്നലെ റിലീസാവുകയും ചെയ്തു. ആ റിലീസായ ദിവസം തന്നെ അദ്ദേഹം
അദ്ദേഹം ഇത്തരത്തിൽ ഒരു ആശുപത്രിയിലായി എന്നുള്ള ഒരു സംഭവം കൂടി നിലനിൽക്കുന്നു. ഏതായാലും 11:45 കൂടെ അദ്ദേഹത്തിന്റെ മരണം സ്ഥിരീകരിച്ചു. അദ്ദേഹത്തെ കാണാൻ ഇപ്പോൾ PVS ആശുപത്രിയിലേക്ക് നിരവധി പേരാണ് എത്തുന്നത്. നടൻ മമ്മൂട്ടി, അതോടൊപ്പം തന്നെ മറ്റ് ആസിഫ് അലി അടക്കമുള്ള നടന്മാർ എത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മലയാള ചലച്ചിത്ര മേഖലയിലെ സംവിധായകരുടെ ഒരു നീണ്ട നിര തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. CB മലയിൽ അടക്കമുള്ള സംവിധായകരും ഇപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ആഷിഖ് അബു, MG പണിക്കർ തുടങ്ങിയിട്ടുള്ള നിരവധി പേരും ഇപ്പോൾ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തോടൊപ്പം അദ്ദേഹത്തിന്റെ മരണവേളയിൽ ഭാര്യയും അച്ഛനും അടക്കമുള്ള ബന്ധുക്കളും ഉണ്ടായിരുന്നു. മലയാള സിനിമയ്ക്ക് വലിയൊരു നഷ്ടം തന്നെയാണ് അദ്ദേഹത്തിലൂടെ ഉണ്ടായിരുന്നത്. സമീറാണ് വിവരങ്ങൾ നൽകിയത്. സമകാലിക മലയാള സിനിമയിലെ മാറി നടക്കലായിരുന്നു രാജേഷ് പിള്ള. 11 വർഷത്തെ സിനിമാ ജീവിതത്തിൽ 5 സിനിമകൾ മാത്രം ചെയ്ത രാജേഷ് പിള്ള ശ്രദ്ധേയനാകുന്നതും അതുകൊണ്ട് തന്നെ. പതിനൊന്ന് വർഷത്തെ സിനിമാ ജീവിതം, 5 സിനിമകൾ മാത്രം, 4 മലയാള സിനിമകൾ, ഒരു ഹിന്ദി ചിത്രം. രാജേഷ് ഒരിക്കലും ആൾക്കൂട്ടത്തിൽ ഉണ്ടായിരുന്നില്ല. സിനിമയിൽ ജീവിച്ചു. അവസാന സിനിമ റിലീസാവുന്നയന്ന് ആശുപത്രിയിലായി. പിറ്റേ ദിവസം ലോകത്തോട് വിട പറഞ്ഞു. ഹൃദയത്തിൽ സൂക്ഷിക്കാനെന്ന ശരാശരി സിനിമ സംവിധാനം ചെയ്യുമ്പോൾ രാജേഷിന് വയസ്സ് 29 പിന്നീട് 6 വർഷം വേണ്ടി വന്നു സമകാലിക മലയാള സിനിമയെ വഴിമാറ്റി നടത്തിയ ട്രാഫിക് പുറത്തുവരാൻ. ഒരു സിനിമയിൽ നിരവധി കഥകൾ, കഥാപാത്രങ്ങളുടെ സൂക്ഷ്മ നിർമ്മിതി, സമകാലിക ജീവിതത്തിലെ പൊരുത്തവും പൊരുത്തക്കേടുകളും പറയുന്ന തിരക്കഥ. യുക്തിഭദ്രമായി സിനിമയെ അവതരിപ്പിക്കാൻ രാജേഷ് പിള്ള എന്ന സംവിധായകന് കഴിഞ്ഞുവെന്ന് 100% പറയാവുന്ന കഥ. അവിടെ നിന്നും സ്ത്രീ കേന്ദ്രീകൃത സിനിമ മിലിയിലേക്ക്. അമല പോൾ എന്ന വാണിജ്യ സിനിമാ നായികയ്ക്ക് സിനിമയിലെ പുനർജനിയായിരുന്നു മിലി എന്ന ചിത്രം. ട്രാഫിക് ഹിന്ദി റീമേക്കിന് ശേഷമായിരുന്നു മഞ്ജുവിനെ കേന്ദ്ര കഥാപാത്രമാക്കിയ വേട്ട ഇക്കഴിഞ്ഞ ദിവസം പ്രേക്ഷകരിലേക്ക് എത്തിയത്. കഥാപാത്രങ്ങളുടെ ആന്തരിക ചോദനകളെ, യാഥാസ്ഥിതിക മലയാളി മനസ്സുകളെ ശല്യപ്പെടുത്താതെ വേട്ടയിൽ അവതരിപ്പിക്കാൻ രാജേഷ് പിള്ളയ്ക്ക് കഴിഞ്ഞു. വേട്ടയുടെ ഷൂട്ടിങ്ങിനിടയിൽ പല ദിവസങ്ങളിലും രാജേഷ് ആശുപത്രിയിൽ നിന്നാണ് സെറ്റിലെത്തിയിരുന്നത്. കടുത്ത ആരോഗ്യ പ്രശ്നങ്ങളിലും സിനിമയോടുള്ള അനുരാഗമായിരുന്നു രാജേഷിനെ മുന്നോട്ട് നയിച്ചതും. അവസാന സംരംഭമായ വേട്ട ഒരു മരണക്കളിയാണ്. കഥാപാത്ര മരണങ്ങൾക്കൊപ്പം ഒരു പിടി നല്ല സിനിമകൾ സമ്മാനിച്ച് രാജേഷ് പിള്ളയും വിട പറഞ്ഞു. ന്യൂസ് ഡെസ്ക്. കേരള കോൺഗ്രസിൽ ഭിന്നത രൂക്ഷമായി. ജോസഫ് വിഭാഗത്തെ ആരെങ്കിലും മുന്നണിയിലേക്ക് ക്ഷണിച്ചാൽ അത് നല്ല കാര്യമെന്ന് ഫ്രാൻസിസ് ജോർജ്. PC ജോസഫിനും ഫ്രാൻസിസ് ജോർജിനും മത്സരിക്കാൻ സീറ്റ് നൽകരുതെന്നാവശ്യപ്പെട്ട് ഇടുക്കിയിലെ കേരള കോൺഗ്രസ് മാണി വിഭാഗം നേതാക്കൾ KM മാണിക്ക് കത്ത് നൽകി. പാർട്ടി ആവശ്യപ്പെട്ടാൽ മത്സരിക്കുമെന്ന് ഫ്രാൻസിസ് ജോർജ് പറഞ്ഞു. കേരള കോൺഗ്രസ് ജോസഫ് മാണി വിഭാഗങ്ങൾ തമ്മിലുള്ള തർക്കം മൂർധന്യാവസ്ഥയിലെത്തിയ ഘട്ടത്തിലാണ് ജോസഫ് വിഭാഗം നേതാക്കൾ പരസ്യമായി രംഗത്ത് വന്നത്. ജോസ് കെ മാണിയുടെ നേതൃത്വത്തെ അംഗീകരിക്കാനാവില്ലെന്നും 6 സീറ്റ് വേണമെന്ന കാര്യത്തിൽ പുറകോട്ട് പോകേണ്ടതില്ലെന്നുമാണ് ഇവരുടെ തീരുമാനം. ഈ നിലപാട് പരസ്യമായി കഴിഞ്ഞ ദിവസം നേതാക്കൾ പ്രകടിപ്പിച്ചതിന് പിന്നാലെയാണ് ജോസഫ് വിഭാഗത്തെ ഏതെങ്കിലും മുന്നണികൾ സ്വാഗതം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നല്ല കാര്യമാണെന്ന് ഫ്രാൻസിസ് ജോർജ് തുറന്നു പറഞ്ഞത്. അല്ല, നല്ല കാര്യം, ക്ഷണിക്കുന്നത് സന്തോഷമുള്ള കാര്യമില്ലേ? എന്തോ അതൊക്കെ വരട്ടെ, എല്ലാവരും ക്ഷണിക്കട്ടെ, അതൊക്കെ നല്ല കാര്യമല്ലേ. ഇടതു നേതാക്കളുമായി മുന്നണി മാറ്റം സംബന്ധിച്ച രഹസ്യ ചർച്ചകൾ നടന്നുവെന്ന വാർത്ത പുറത്തുവന്നതിന് പിന്നാലെയാണ് ഫ്രാൻസിസ് ജോർജിന്റെ പ്രതികരണം. ഇത് വരാനിരിക്കുന്ന രാഷ്ട്രീയ മാറ്റത്തിന് മുന്നോടിയായുള്ള പ്രതികരണമാണെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരും കരുതുന്നത്. അതേസമയം മാണിയോട് അടുത്ത് ബന്ധം പുലർത്തുന്ന കേരള കോൺഗ്രസ് എമ്മിലെ ജില്ലാ നേതാക്കൾ ഫ്രാൻസിസ് ജോർജിനും PC ജോസഫിനും ഇത്തവണ മത്സരിക്കാൻ സീറ്റ് നൽകരുതെന്ന ആവശ്യം ഇതിനോടകം ഉന്നയിച്ചിട്ടുണ്ട്. എന്നാൽ ഇത്തവണയും താൻ മത്സരരംഗത്തുണ്ടാകുമെന്ന സൂചനയാണ് ഫ്രാൻസിസ് ജോർജ് വീണ്ടും നൽകിയത്. അല്ല, അതൊക്കെ പാർട്ടിയാണല്ലോ തീരുമാനിക്കുന്നത്. പാർട്ടി പറഞ്ഞാൽ മത്സരിക്കും, അത്രേ ഉള്ളൂ. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. CPMന്റെ സ്ഥാനാർത്ഥി നിർണയം സംബന്ധിച്ച് അടുത്ത മാസം 1 ചേരുന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ തീരുമാനം ഉണ്ടാകുമെന്ന് പാർട്ടി ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി പറഞ്ഞു. വിശദാംശങ്ങളുമായി മനുശങ്കർ ചേരുന്നു. മനു, ഇക്കാര്യം സംബന്ധിച്ച് യോഗത്തിന് ശേഷമാണോ യെച്ചൂരി വ്യക്തമാക്കിയത്? എന്തൊക്കെ കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു? നേതാക്കൾ കേന്ദ്ര നേതൃത്വവുമായി ഇന്ന് കൂടിക്കാഴ്ച നടത്തിയിരുന്നു. CPM കേന്ദ്ര PB അംഗങ്ങളായ പിണറായി വിജയനൊപ്പം
കോടിയേരി ബാലകൃഷ്ണൻ അടക്കമുള്ളവർ ഇന്ന് കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് ഇപ്പോൾ സീതാറാം യെച്ചൂരി ഇത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നത്. 1-ാം തീയതി ചേരുന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ സ്ഥാനാർത്ഥി നിർണയം സംബന്ധിച്ചുള്ള കാര്യങ്ങളെല്ലാം ചർച്ചയാകും. അന്ന് CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി ചർച്ചയിൽ പങ്കെടുക്കുമെന്നും ഇതിനുശേഷം ഇത് സംബന്ധിച്ചുള്ള അന്തിമ ധാരണ വ്യക്തമാക്കുമെന്നുമാണ് പാർട്ടി സെക്രട്ടറി അറിയിച്ചിരിക്കുന്നത്. നിലവിൽ സ്ഥാനാർത്ഥി നിർണയവും ഇത് സംബന്ധിച്ച് യാതൊരു ആശങ്കകൾ ഇപ്പോൾ നിലനിൽക്കുന്നില്ലെന്നും സീതാറാം യെച്ചൂരി തന്നെ ദില്ലിയിൽ വ്യക്തമാക്കുകയുണ്ടായി. പ്രജീഷ്, മനുവാണ് വിവരങ്ങൾ നൽകിയത്. പീപ്പിൾ എക്സ്ക്ലൂസീവ്. പരിയാരം മെഡിക്കൽ കോളേജിൽ UDF ഭരണസമിതി നടത്തിയ നിയമനങ്ങളിൽ വൻ ക്രമക്കേട്. കെ സുധാകരൻ മന്ത്രിയായിരിക്കെ റാങ്ക് ലിസ്റ്റ് മറികടന്ന് അനർഹർക്ക് ജോലി നൽകി. ചട്ടം ലംഘിച്ച് സുധാകരൻ നൽകിയ ശുപാർശ കത്തുകളുടെ പകർപ്പ് പീപ്പിൾ TV പുറത്തുവിട്ടു. പരിയാരം മെഡിക്കൽ കോളേജിൽ UDF ഭരണസമിതി നടത്തിയ നിയമനങ്ങളിൽ വൻ ക്രമക്കേട് നടന്നുവെന്നതിന്റെ തെളിവുകളാണ് പീപ്പിൾ TVക്ക് ലഭിച്ചിരിക്കുന്നത്. വിവിധ തസ്തികകളിൽ കോൺഗ്രസ് നേതാക്കളുടെ ശുപാർശ പ്രകാരം അനർഹരെ തിരികെ കയറ്റിയിരിക്കുകയാണ്. കോൺഗ്രസ് നേതാവ് കെ സുധാകരൻ മന്ത്രിയായിരുന്ന ഘട്ടത്തിൽ കോൺഗ്രസ് പ്രവർത്തകർക്ക് നിയമനം നൽകണമെന്നാവശ്യപ്പെട്ട് അന്നത്തെ MDക്ക് നൽകിയ നിരവധി ശുപാർശ കത്തുകളുടെ പകർപ്പ് പീപ്പിളിന് ലഭിച്ചു. നഴ്സിംഗ് അസിസ്റ്റന്റ്, ഫാർമസി അസിസ്റ്റന്റ് ഉൾപ്പെടെയുള്ള തസ്തികകളിൽ റാങ്ക് ലിസ്റ്റ് മറികടന്ന് നിയമനം നൽകണമെന്നായിരുന്നു സുധാകരന്റെ കത്തിലുള്ളത്. സുധാകരൻ നിർദ്ദേശിച്ച ഭൂരിഭാഗം പേർക്കും പരിയാരത്ത് അനധികൃതമായി നിയമനം ലഭിച്ചെന്നും ഞങ്ങളുടെ അന്വേഷണത്തിൽ വ്യക്തമായി. മന്ത്രി പദവി ദുരുപയോഗം ചെയ്താണ് കെ സുധാകരൻ അനധികൃത നിയമനങ്ങൾക്ക് ചുക്കാൻ പിടിച്ചത്. DCC പ്രസിഡന്റ് കെ സുരേന്ദ്രൻ, സജീവ് ജോസഫ് തുടങ്ങിയവരും കോൺഗ്രസ് പ്രവർത്തകർക്ക് വേണ്ടി ഇടപെട്ടതായി തെളിഞ്ഞു. നിയമന കാര്യങ്ങളിലെന്ന പോലെ വിദ്യാർത്ഥി പ്രവേശനത്തിലും കെ സുധാകരനും കോൺഗ്രസ് നേതാക്കളും അനധികൃതമായി ഇടപെട്ടതിന്റെ രേഖകളും പീപ്പിളിന് ലഭിച്ചിട്ടുണ്ട്. PV കുട്ടൻ, കോഴിക്കോട്. കണ്ണൂർ വിമാനത്താവളം 29-ന് ഉദ്ഘാടനം നടക്കാനിരിക്കവേ അതിശക്തമായ എതിർപ്പുകളാണ് ഉയരുന്നത്. പണി പൂർത്തിയാകാതെ തിരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുള്ള ഉദ്ഘാടനം ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ എയർപോർട്ട് ഹബ്ബായി മാറേണ്ട വിമാനത്താവളത്തെ ഒന്നുമല്ലാതാക്കി മാറ്റുമെന്ന അഭിപ്രായമാണ് ഉയരുന്നത്. പാതി പൂർത്തിയായ കണ്ണൂർ വിമാനത്താവളത്തിൽ ധൃതി പിടിച്ച് നടക്കുന്ന ഉദ്ഘാടനം വിമാനത്താവളത്തിനു വേണ്ടി അശ്രാന്ത പരിശ്രമം നടത്തിയവരെ പോലും ഉത്കണ്ഠയിലാക്കുകയാണ്. ഏഷ്യയുടെ ഹബ് എയർപോർട്ടായി മാറേണ്ട വിമാനത്താവളത്തെ ഒന്നുമല്ലാതാക്കാനുള്ള നീക്കമാണ് രാഷ്ട്രീയ ലാഭം ലക്ഷ്യം വെച്ച് ഉമ്മൻചാണ്ടി നടത്തുന്നതെന്ന് അന്നത്തെ വിമാനത്താവള കർമ്മസമിതി ട്രഷററായിരുന്ന PVK നമ്പ്യാർ വെളിപ്പെടുത്തുന്നു. തിരക്ക് പിടിച്ച ഉദ്ഘാടനം മുഖ്യമന്ത്രിക്ക് വേണ്ടിയിട്ടും ബാബു മന്ത്രിക്ക് വേണ്ടിയിട്ടും ഒരു പേരെടുക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ്. അതിനെക്കൊണ്ട് നാട്ടുകാർക്ക് ഒരു കാര്യമില്ല. മട്ടന്നൂർ പ്രദേശത്തുകാർക്ക് എയ്റോപ്ലെയിൻ്റെ ശബ്ദം കേൾപ്പിച്ചുകൊണ്ടൊന്നും ഒരു കാര്യമില്ല. ആരെയോ ബോധിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളാണ്. ഒരു ആത്മാർത്ഥതയുടെ കണിക പോലും ഇതിനകത്തില്ല. ആലമ്പുഴ വിമാനത്താവളത്തിന് അതിൽ കാണിക്കുന്ന ഇതിൻ്റെ 100% കണ്ണൂർ എയർപോർട്ടിന് മുഖ്യമന്ത്രി കാണിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ സംഭവിക്കില്ലായിരുന്നു. പ്രധാന ടെർമിനൽ പണി 50% മാത്രമാണ് പൂർത്തിയായത്. എയർ ട്രാഫിക് കൺട്രോൾ റൂമും പാതി വഴിയിൽ. 2400 മീറ്റർ മാത്രം റൺവേ. റോഡുകളുടെ പണി ആരംഭിച്ചിട്ടേയില്ല. ദേവഗൌഡ മന്ത്രിസഭയിൽ കണ്ണൂരുകാരനായ CM ഇബ്രാഹിം സിവിൽ വ്യോമയാന മന്ത്രിയായിരിക്കെയാണ് കണ്ണൂർ വിമാനത്താവള പദ്ധതിക്ക് കേന്ദ്രാനുമതി ലഭിച്ചത്. 1996-ൽ EK നായനാർ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ വിമാനത്താവള നിർമ്മാണത്തിന് തീരുമാനമായി. അന്നത്തെ വൈദ്യുതി സഹകരണ മന്ത്രി പിണറായി വിജയൻ ചെയർമാനായി ജനകീയ കമ്മിറ്റി രൂപീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചു. 98-ൽ സ്ഥലമേറ്റെടുപ്പിന് വിജ്ഞാപനമിറക്കുകയും ആദ്യഘട്ട സ്ഥലമേറ്റെടുപ്പ് പൂർത്തിയാവുകയും ചെയ്തെങ്കിലും 2001 മുതൽ 5 വർഷം പദ്ധതി പ്രവർത്തനം നിലച്ചു. 2006-ൽ പദ്ധതി പുനരാരംഭിച്ചു. ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ ത്വരിതഗതിയിൽ നടന്നു. എന്നിട്ടും ഇപ്പോഴും പ്രവർത്തനം പാതി വഴിയിൽ. അതും അന്ന് വിഭാവനം ചെയ്ത അന്താരാഷ്ട്ര വിമാനത്താവളത്തെ പേരിന് മാത്രം നിലനിർത്തി ഇല്ലാതാക്കുന്ന അവസ്ഥയിലേക്ക് രാഷ്ട്രീയ ലാഭം കൊയ്യാനുള്ള വേദിയാക്കി മാറ്റുകയാണ് 29-ന് നടക്കുന്ന ഉദ്ഘാടന ചടങ്ങിലൂടെ. മട്ടന്നൂരിൽ നിന്നും ക്യാമറമാൻ ജൻ കല്യാശ്ശേരിക്കൊപ്പം PV ജോഷില. കേരള അഡ്വർടൈസ് അസോസിയേഷൻ തൃശൂർ സോണിന്റെ മീഡിയ നൈറ്റ് 2016 പരിപാടി തൃശൂരിൽ നടന്നു. മികച്ച വ്യവസായിക്കുള്ള K3A അവാർഡ് ഗൃഹോപകരണ വിതരണ രംഗത്ത് സജീവ സാന്നിധ്യമായ ഗോപു നന്ദിലത്ത് ഗ്രൂപ്പ് ചെയർമാൻ ഗോപു നന്ദിലത്തിന് സമർപ്പിച്ചു. ലയൺസ് ക്ലബ് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ തൃശൂർ കോർപ്പറേഷൻ മേയർ അജിത ജയരാജൻ അവാർഡ് കൈമാറി. K3A സംസ്ഥാന സെക്രട്ടറി രാജു മേനോൻ, സംസ്ഥാന പ്രസിഡന്റ് സുന്ദർകുമാർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു.